ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ അഡ്വക്കേറ്റ് അഞ്ജലി സീരിയലിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ അഞ്ജലി ആണെങ്കിൽ വല്ലാത്ത വിഷമത്തിൽ ഇങ്ങനെ നിൽക്കുവാട്ടോ. രാഘവന്റെ വർത്തമാനം കേട്ടിട്ട് രാഘവന് പറയുന്നുണ്ട്, കൊള്ളാട മോനെ, നീ എന്റെ മകൻ അർജുൻ രാഘവ് തന്നെ, നീ എന്നെ വെട്ടിച്ചു കളഞ്ഞൂടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അഭിനന്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. ശേഷം അനുപമ വന്ന് ആരതി ഒഴിയുന്നുണ്ട്. ദേശത്തിലാണ് ആരതി ഒഴിയുന്നത്, ഇവള് നശിന് നാറാണക്കല്ലടിക്കണേ എന്ന് പറഞ്ഞിട്ടൊക്കെ ആരതി ഒഴിഞ്ഞിട്ട് ശേഷം ആരതി അവിടെ കൊട്ടിക്കളയാട്ടോ. രമ്യ വന്നിട്ട് നമ്മുടെ അഞ്ജലിക്ക് നിലവിളക്ക് കൊടുക്കുന്നുണ്ട്. അഞ്ജലി നിലവിളക്ക് വാങ്ങിക്കുകയാണ്. ശേഷം രാഘവനുണ്ണി പറയുന്നുണ്ട്, ഇനി വലതുകാലം വെച്ചിട്ട് അഞ്ജലി അകത്തേക്ക് കയറിക്കോളൂ എന്ന് പറയണം. അഞ്ജലിയും അർജുനും കൂടി വലതുകാലം വെച്ച് അകത്തേക്ക് കയറാണ്. അഞ്ജലിക്ക് ആകെ വിഷമോട്ടോ. ഇവിടെ എന്താ നടക്കുന്നത് അഞ്ജലിക്ക് ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല. ശേഷം നിലവിളക്ക് അവിടെ വെച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ അഞ്ജലിയും അർജുനും കൂടി അവിടെ നിൽക്കുമ്പോഴേക്കും രാഘവനുണ്ണി പറയണ്ട്, രമ്യ ഒരു കാര്യം ചെയ്യൂ, നവദമ്പതികൾക്ക് ഇനി കുറച്ച് പാലും പഴമൊക്കെ കൊടുക്കാം, അടുക്കളയിൽ നിന്ന് കുറച്ച് പാലും പഴമൊക്കെ എടുത്തോളൂ, പിന്നെ കുറച്ച് സ്വീറ്റ്സും കൂടി എടുത്തോളൂ കേട്ടോ, മധുരം കഴിച്ച് തുടങ്ങാനല്ലേ നല്ലത് എന്ന് പറയാണ്. ആയിക്കോട്ടെ ഏട്ടാ എന്ന് പറഞ്ഞിട്ട് രമ്യ അടുക്കളയിൽ പോയിട്ട് പാലും പഴവും സ്വീറ്റ്സ് ഒക്കെ എടുക്കാൻ വേണ്ടി അപ്പുറത്തേക്ക് പോകുവാട്ടോ. നന്ദിനിക്കും എന്തൊക്കെയാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോഴേക്കും ഗോവിന്ദനുണ്ണി പറയണ്ട, ഏട്ടാ എന്തായാലും ഇത്രയൊക്കെ ആയില്ലേ, ഇനി ഉച്ചക്ക് നല്ലൊരു പാലടപ്രഥമനും കൂടി ഉണ്ടാക്കിയാലോ, അത് കൊള്ളാം, അത് വേണം എന്തായാലും വേണം എന്ന് രാഘവനുണ്ണി പറയാട്ടോ. എന്നിട്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ശേഷം നമ്മുടെ കുറുപ്പാണെന്നുണ്ടെങ്കിൽ മുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാണ്. ഈ രാഘവൻ ഇത് എവിടെ പോയി, എത്ര നേരം അയാൾ പോയിട്ട്, ഇയാളുടെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് മുകളിൽ നിന്ന് നിലത്തേക്ക് ഇറങ്ങി വരുമ്പോൾ കാണുന്ന കാഴ്ച അർജുനും അഞ്ജലിയും കൂടി അവിടെ സോഫയിൽ ഒരുമിച്ചിരിക്കുകയാണ്. ചുറ്റും എല്ലാവരും ഉണ്ട്. ശേഷം രാഘവനുണ്ണി അർജുനോട് പറയുന്നുണ്ട്, എന്നാലും നീ ഇത്രയും ബുദ്ധി കാണിച്ചുള്ള വളച്ചൊടിച്ചു കൊണ്ടുവരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അത് ഇത്രയും ചെറിയ സമയത്തില് ഞാൻ നിന്നോട് പറഞ്ഞു, പത്മ കേസ് വിജയിക്കാൻ വേണ്ടി അഞ്ജലിനെ നീ വളച്ചൊടിച്ച് വിവാഹം കഴിക്കണം എന്നുള്ളത്. അപ്പൊ ഞാൻ അത്ര അങ്ങോട്ട് വിശ്വസിച്ചില്ലല്ലോ, നിനക്ക് അത് പറ്റുമോന്ന് എനിക്ക് അങ്ങോട്ട് വിശ്വാസം ഉണ്ടായിരുന്നില്ല. പക്ഷെ നീ അത് തെളിയിച്ചുട മോനെ, നീ ഇല്ലേ ശരിക്കും പറഞ്ഞ ബുദ്ധി കൊണ്ട് അഭിയല്ല, നീയാണ് ഏറ്റവും മികച്ചത്. ഞാൻ ഇത്രയും നാളെ വെച്ച് അഭിക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധി എന്ന്, പക്ഷെ അതല്ല, അതിനെ കടത്തിവെട്ടി എന്റെ മകൻ അർജുൻ, കൊള്ളാട, അടിപൊളി. എന്തായാലും പത്മ കേസിൽ നമ്മൾ വിജയിക്കാൻ വേണ്ടി അഞ്ജലിനെ നീ വിവാഹം കഴിച്ച് ഇവിടം വരെ കൊണ്ടുവന്നില്ലേ, അതന്നെ വലിയ കാര്യം. നീ ഞാൻ പറഞ്ഞ വാക്ക് പാലിച്ചല്ലോടാ മോനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ. ഇതൊക്കെ കേട്ട് അഞ്ജലി ആകെ ഷോക്കായിട്ട് അർജുന്റെ രാഘവന്റെ മുഖത്ത് പരസ്പരം മാറി മാറി നോക്കാണ്. രമ്യ പാലും പഴങ്ങളൊക്കെ ആയിട്ട് അവിടേക്ക് വരുന്ന സമയത്ത് കുറുപ്പ് സ്റ്റെപ്പ് ഇറങ്ങി താഴത്തേക്ക് വരുന്നതെല്ലാം കേട്ടോണ്ട് കേട്ടോ. എടോ രാഘവ എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടാണ് വരുന്നത്. അപ്പൊ എല്ലാരും ഷോക്കായിട്ട് കുറുപ്പിന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അഞ്ജലിയും ആകെ ഞെട്ടിപ്പോയിട്ട് ഇയാൾ ഇവിടെ നിൽക്കണം കാണുമ്പോഴേക്കും. രമ്യ അവിടെ വരുമ്പോഴേക്കും രമ്യയുടെ കയ്യിലെ പാലും പഴമൊക്കെ എടുത്തിട്ട് നിലത്തേക്ക് എറിഞ്ഞുടക്കാണ് കുറുപ്പ്. അതിനുശേഷം രാഘവനുടെ അടുത്ത് പറയുന്നുണ്ട്, എടോ താൻ എന്നെ എന്തുണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ ഇങ്ങോട്ടേക്ക് വിളിച്ചിടുന്നത്? ഇതാണോ താൻ കുറെ മാസ്റ്റർ പ്ലാൻ എന്നൊക്കെ പറഞ്ഞത്? ഇതാണോ തന്റെ വലിയ പ്ലാന്? എന്റെ മകളെ എന്നെയൊക്കെ താൻ അങ്ങോട്ട് ഉപ്പിലിട്ടിട്ട് ഇവനെ കൊണ്ട് ഇവളെ കല്യാണം കഴിപ്പിച്ചത് വലിയ കാര്യമായി പോയെന്നാണ് തന്റെ വിചാരം. എടോ രാഘവ, താൻ നോക്കിക്കോ, താൻ എന്നെ ചതിക്കാൻ വേണ്ടി നോക്കിയാലേ, തന്നെ ഈ കുടുംബത്തിനെ ഇല്ലാതാക്കാനേ ഈ കുറുപ്പ് ഒരാൾ മതിയടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടേക്ക് പതുക്കെ രാഘവന് അനുപമയുടെ മുഖത്ത് നോക്കിയിട്ട് അയാളെ കൂട്ടിക്കൊണ്ട് മുകളിലേക്ക് പോ എന്ന് പറയണം. ശേഷം അനുപമ, അങ്കിളെ ഒന്ന് വാങ്ങളെ, എനിക്ക് അങ്ങളോട് സംസാരിക്കാനുണ്ട്. എന്ത് സംസാരിക്കാൻ? നീ ഒന്നും സംസാരിക്കണടി, നീയും നിന്റെ ഈ അമ്മാവനും കൂടിയിട്ട് എന്നെ കുറെ സംസാരിപ്പിച്ചതാണ്. ഇനി നീ ഒന്നും സംസാരിക്കണ്ട അങ്ങളെ, പ്ലീസ് അടിക്കളെ, ഒരു 5 മിനിറ്റ്, ഒരു 5 മിനിറ്റ് അങ്കിൾ വാ എന്ന് പറഞ്ഞിട്ട് കുറുപ്പിനെയും കൂട്ടിക്കൊണ്ട് മുകളിലേക്ക് പോവാട്ടോ അനുപമ. അങ്ങനെ അവര് മുകളിൽ എത്തിക്കഴിയുമ്പോഴേക്കും രാഘവനുണ്ണി അഞ്ജലിയുടെ മുഖത്ത് നോക്കി പറയണ്ടേ, നീ എന്ത് വിചാരിച്ചടി, നിന്നെ ഞാൻ ഞങ്ങൾ മരുമകളായിട്ട് സ്വീകരിച്ചെന്നോ? നിന്നെ ചുമ്മാ ഞാൻ മരുമകളാക്കിയതാടി പത്മ കേസ് ജയിക്കാൻ വേണ്ടി മാത്രം. എന്റെ മകനോട് പറഞ്ഞു നിന്നെ വളച്ചൊടിച്ചോടെ കൊണ്ടുവരാൻ. നീ ഇനി പത്മ കേസ് വാദിക്കാൻ പോണത് എനിക്കൊന്ന് കാണുവടി. നീ ഇനി കോടതിയിലേക്കൊന്നും കേറാൻ പോകുന്നില്ല. നീ എന്താണ് വെച്ചിട്ട് രാഘവനെ തോൽപ്പിക്കാന്നോ? നീ എന്തൊക്കെയാ പറഞ്ഞത്? എന്റെ വക്കീൽ കുപ്പായം ഊരി വെപ്പിക്കോന്നല്ലേ? ആടെ വക്കീൽ കുപ്പായം ആരാണ് ഊരി വെപ്പിക്കണെന്ന് ഇനി കാണാടി എന്ന് പറയാണ്. ഇതൊക്കെ കേട്ട് അഞ്ജലിയുടെ കണ്ണിങ്ങനെ നിറയാട്ടോ. എന്നിട്ട് അഞ്ജലി അടുത്ത് പറയുന്നുണ്ട്, നീയെ ഇനി ഒരിക്കലും കോടതി വരാന്ത കേറി നിരങ്ങാൻ പോകുന്നിരടി. ഇനി അഡ്വക്കേറ്റ് അഞ്ജലിയുടെ വരാന്ത എന്ന് പറയണത് ഈ അടക്കള വരാന്തയാണ്. കണ്ടില്ലേ എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കാണ്. അഞ്ജലി നോക്കുമ്പോഴേക്കും അടക്കളയുണ്ട് കേട്ടോ അവിടെ. എന്നിട്ട് അടക്കള ചൂണ്ടിക്കാണിച്ച് പറയണ്ട, അതാണ് നിന്റെ ഇനിയുള്ള ലോകം, ആ വരാന്തയാണ് നിന്റെ ഇനിയുള്ള
ലോകം എന്നൊക്കെ പറയാണ്. ഇനി ഒരിക്കലും ഈ വീടിന്റെ പുറത്തിറങ്ങാൻ പറ്റുമെന്ന് നീ വിചാരിക്കേണ്ട. കോടതിയിലേക്ക് പോയിട്ട് നിന്നെ എവിടെ പോകാൻ വേണ്ടി സമ്മതിക്കില്ല. ഇവിടെ നിന്നുള്ള നീഹം അവള് അഡ്വക്കേറ്റ് രാഘവനെ പഠിപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് രാഘവനുണ്ണി മുകളിലേക്ക് പോകട്ടോ. അഞ്ജലി ആകെ വിഷമിച്ച് അവിടെ തന്നെ നിൽക്കാണ്. അതൊന്നും കേട്ട് ആരും ഒന്നും മിണ്ടാതെ അഞ്ജലിയുടെ ചുറ്റും തന്നെ നിൽക്കുന്നുണ്ട്. അതാണ് അഞ്ജലിക്ക് ഏറ്റവും കൂടുതൽ വിഷമം കേട്ടോ. മുകളിലെത്തുന്ന കുറുപ്പ് അനുപമയുടെ മുഖത്ത് നോക്കി പറയുന്നുണ്ട്, നീ ഇനി ഒന്നും പറയാൻ നിൽക്കണ്ട. ആ രാഘവനെ അയാളെന്നെ ചതിച്ചു. അയാളുടെ മരുമകളെ മോനെയും കൂടിയിട്ട് അകത്ത് കയറ്റിയിട്ട് സൽക്കരിക്കാൻ വേണ്ടി ഒരുങ്ങാണ്. അയാൾക്ക് അറിയില്ല ഞാൻ ശരിക്കും ആരാണെന്ന്. ഇതൊക്കെ കേട്ട് അനുപം പറയണ്ട, അങ്കിളൊന്നും അടങ്ങ്, നോക്ക് കുറുപ്പങ്ങളൊന്നും അടങ്ങ് അങ്കിളെ. രാഘവണ്ണി അങ്കിൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ പറ്റി ശക്തമായിട്ടുള്ള ഒരു കാര്യം ഉണ്ടാവും, അങ്കിൾ അത് വിശ്വസിക്കേ എന്ന് പറയുമ്പോഴേക്കും അതെല്ലാം കേട്ടുകൊണ്ട് രാഘവണ്ണി അവിടേക്ക് വരുന്നുണ്ട്. അതെ, അതാണ് സത്യം. എന്ത് സത്യമെന്ന്? എടോ താൻ വെറുതെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ. എടോ താനൊന്ന് ആലോചിച്ച് നോക്ക്. ആദ്യം തന്നെ ഞാൻ എൻ്റെ മകൻ ചെയ്ത തെറ്റിന് തന്നോട് സാഷ്ടാംഗം ക്ഷമ ചോദിക്കുന്നു, മാപ്പ്. താൻ എന്നോട് ക്ഷമിക്കും. അവൻ ഇത്രയും വലിയൊരു ചതി എന്നോട് ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അതുകൊണ്ടാണ് അവനെ മറിച്ചു വെക്കുന്ന രീതിയിൽ ഞാൻ അങ്ങനത്തെ ഒരു നാടകം കളിച്ചത്. പക്ഷെ ഇതുകൊണ്ട് നമുക്കവിടെ ഗുണം ഉണ്ടായത്. എന്ത് ഗുണം ഉണ്ടായ കാര്യമാണോ താൻ ഈ പറയണത്? എടോ ഇതോടുകൂടി നമ്മുടെ കാർത്തിക് കേസ് കോടതിയിൽ തള്ളിപ്പോകുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അവളിനി കോടതി വരാതെ കാണാൻ പോകുന്നില്ലടോ എന്ന് പറയണം. അത് കേൾക്കുമ്പോൾ കുറുപ്പിന് ചെറിയ സന്തോഷമാവുന്നുണ്ട് കേട്ടോ. അതിനുശേഷം രാഘവണ്ണി പറയുന്നുണ്ട്, എടോ പിന്നെ ഒരു വിശ്വാസം, ആളുകൾക്കുള്ള വിശ്വാസം. അഡ്വക്കേറ്റ് രാഘവനുണ്ണിയും അഡ്വക്കേറ്റ് അഞ്ജലിയും രണ്ട് വ്യക്തികളായിട്ടാണ് എത്ര നാൾ ആൾക്കാരെല്ലാം കണ്ടിരുന്നത്. പക്ഷെ ഇനി മുതൽ അവളോടുള്ള വിശ്വാസം ആളുകൾക്ക് നഷ്ടപ്പെടാൻ വേണ്ടി പോവുകയാണ്. അവൾ എൻ്റെ മകളായിട്ട് ഈ വീട്ടിൽ കയറിയെന്ന് പറയുമ്പോഴേക്കും അവളോടുള്ള വിശ്വാസം എല്ലാം നഷ്ടപ്പെടും എന്ന് പറയാണ്. പിന്നെ അർജുൻ, അവളെ ഒരുപാട് സ്നേഹിച്ചിട്ടല്ല അവൻ താലി കെട്ടിയപ്പോഴേക്കും അവൾ കഴുത്ത് കുനിച്ചു കൊടുത്തത്. ഇപ്പൊ അവനോടുള്ള വിശ്വാസം അവളുടെ പകുതിയിൽ കൂടുതൽ നഷ്ടപ്പെട്ടു. എനിക്ക് വേണ്ടിയിട്ടാണ് അവൻ ചെയ്തതെന്ന് ആലോചിച്ചിട്ട് അവളിപ്പോ തല പുകയ്ക്കുന്നുണ്ടാകും. അവളുടെ വിശ്വാസം എല്ലാം നഷ്ടപ്പെട്ടു. അവനെ ഒരുപാട് വിശ്വസിച്ചിട്ടാണല്ലോ അവൾ ഇറങ്ങി വന്നത്, വീടും വീട്ടുകാരും ഉപേക്ഷിച്ചിട്ട്. എന്നിട്ടിപ്പൊ എന്തായി? അത് കേൾക്കുമ്പോൾ അനുഭവം പറയണ്ടേ, അത് അങ്കിള് പറഞ്ഞ ശരിയാ കുറുപ്പങ്ങളെ. ഒരു പെണ്ണിന് ആണിനോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതൊരിക്കലും തിരിച്ചെടുക്കാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു വിശ്വാസമാണ് ഇപ്പൊ അഞ്ജലിക്ക് നഷ്ടമായത് എന്ന് പറയുമ്പോഴേക്കും കുറിപ്പ് പറയണ്ടേ, എന്നിട്ട് എന്താവാനായിട്ടാണ് എന്റെ മോളല്ലേ ഇപ്പൊ മൂഞ്ചി പോയത് എന്ന് പറയുമ്പോൾ രാഘവണ്ണി പറയണ്ടോ, തന്റെ മോൾക്ക് ഒന്നും സംഭവിക്കണമെന്നില്ല. താനൊന്ന് ആലോചിച്ച് നോക്ക്. അഞ്ജലിയായിട്ട് തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകും. അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം. ആദ്യം ഈ കാർത്തിക് പത്മ കേസ് ഒന്ന് കഴിയട്ടെ, ശേഷം അഞ്ജലിയായിട്ട് തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകും. താൻ കേട്ടിട്ടില്ലല്ലോ വേല് ചാടിയ പശുവിന് കോലുകൊണ്ട് മരണമെന്ന്? അതന്നെയാ സംഭവിക്കാൻ പോണത്. ആ പശുക്ക് പകരം അഞ്ജലി ആവാൻ പോകുന്നേ ഉള്ളൂ. അതിനുശേഷം കാവ്യമോൾ തന്നെ ഈ വീടിന്റെ മരുമകളായിട്ട് കയറി വരും. താനൊന്ന് അടങ്ങടോ, താൻ എന്നെ ഒന്ന് വിശ്വസിക്കേ. വിശ്വസിച്ചു. തന്നെ ഒരുപാട് വിശ്വസിന്റെ ഫലവാ ഞാനിപ്പോ അനുഭവിക്കുന്നത്. എടോ ഈ കാര്യം താൻ ക്ഷമയോടുകൂടി തന്നെ കേക്ക്. ഞാൻ പറയുന്ന പോലെയൊക്കെ നടക്കും, താനൊന്ന് നിക്ക് എന്നൊക്കെ പറയാണ്. അപ്പൊ കുറിപ്പൊന്ന് അടങ്ങുന്നുണ്ട് കേട്ടോ. അതിനുശേഷം പിന്നീട് കാണിക്കുന്ന അഞ്ജലിനെയാണ്. അഞ്ജലി മുറ്റത്തിറങ്ങി ഓരോന്നും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് രാഘവനുണ്ണി പറഞ്ഞ കാര്യങ്ങളും ഇനി നിന്റെ ജീവിതം ഇവിടുത്തെ അടുക്കള വരാന്തയിലാണെന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിക്കാട്ടോ. ഇതൊക്കെ ആലോചിച്ച് ആകെ വിഷമിച്ചിരിക്കുന്ന അഞ്ജലിയുടെ അടുത്തേക്ക് അർജുൻ വരുന്നുണ്ട്. അഞ്ജലി വേണ്ട, അർജുനന് ഒന്നും മിണ്ടണ്ട. അഞ്ജലി ഞാൻ പറഞ്ഞതൊന്നും വിശ്വസിക്കേ. അച്ഛൻ എന്താ അങ്ങനെ പറഞ്ഞതെന്നൊന്നും എനിക്ക് അറിയില്ലടോ. ഇനിയിപ്പോ അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. എന്റെ അമ്മ ഒരു ചൊല്ല് പറയാറുണ്ട്, ചില ആൾക്കാരെ നല്ല ബുദ്ധിയുള്ള ആൾക്കാരെ മറ്റുള്ളവരുടെ അനുഭവം കാണുമ്പോൾ അത് നോക്കി പഠിക്കും. ബുദ്ധിയില്ലാത്ത മന്ദബുദ്ധികളെ അതിലേക്ക് ചെന്നിറങ്ങി പഠിക്കും. അതിൽ ഞാൻ പെട്ടു എന്ന് പറയാണ്. ഇത് കേട്ട് കുറിപ്പ് അവിടേക്ക് വരുന്നുണ്ട്. അതെ അതെ, നീ പറഞ്ഞ വളരെ ശരിയാണ് അഞ്ജലി. ദേ നിന്റെ അമ്മ പറഞ്ഞത് വളരെ ശരിയാണ്. നീ ശരിക്കും വിഡ്ഢിയായിപ്പോയി. വിഡ്ഢിയായ അഞ്ജലി ബുദ്ധിശാലിയായിട്ടുള്ള അർജുൻ രാഘവും. എന്തായാലും നിങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല വിവാഹ മംഗള ആശംസകൾ നേരുന്നു. ദീർഘകാലം ഒരുമിച്ച് ജീവിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കുറിപ്പ് അവിടുന്ന് പുച്ഛത്തോടെ ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറി പോവാട്ടോ. അർജുൻ പറയണ്ട, അഞ്ജലി താൻ എന്നൊന്ന് വിശ്വസിക്കേ. എന്ത് വിശ്വസിക്കണം? ഇതും തന്റെ നാടകം തന്നെയല്ലേ? സത്യം പറ, ഈ നാടകത്തിൽ തന്റെ അച്ഛൻ രാഘവനുണ്ണിയും എന്റെ ചേച്ചി അനുപമയും കൂടി കൂടിയിട്ടില്ലേ? എടോ തന്നോട് ഞാൻ പറഞ്ഞതെന്ന് കുറെ കാര്യങ്ങൾ കള്ളം പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഞാൻ തന്നോട് തുറന്നു പറഞ്ഞല്ലോ. തന്നെ നഷ്ടപ്പെടും എന്നുള്ള പേടിയില്ല ഞാൻ കള്ളം പറഞ്ഞത്. പക്ഷെ ഇവിടെ നടന്നതൊക്കെ എല്ലാം അച്ഛൻ ചെയ്ത് കൂട്ടിയ നാടകമാടോ, അതിൽ എനിക്കൊരു പങ്കുമില്ല എന്ന് പറയുമ്പോഴേക്കും അഞ്ജലി വിശ്വസിക്കാതെ ഇങ്ങനെ നിൽക്കുകയാണ്. അഞ്ജലി വിശ്വസിക്കാതെ നിൽക്കണ കാണുമ്പോഴേക്കും അർജുനും ദേഷ്യം വരും കേട്ടോ. അർജുൻ അഞ്ജലിയുടെ അടുത്തൊന്നും മിണ്ടാതെ ദേഷ്യത്തിൽ അകത്തേക്ക് കയറിപ്പോകുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീർന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.